ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു 25,000 രൂപയ്ക്ക് മുകളിലോട്ടും ഒരു 1,00,000 രൂപ വരെ ഉള്ള ഒരു ബഡ്ജറ്റിനകത്ത് നമ്മൾ ആംപ്ലിഫയറിംഗ് അസംബ്ലിങ് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കുന്നതാണോ അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ ബ്രാൻഡഡ് ആയിട്ടുള്ള AVR വാങ്ങി അതിൻ്റെ സ്പീക്കർ സെറ്റപ്പ് വച്ചിട്ട് നമ്മൾ ഒരു വീട്ടിലൊരു ഹോം തിയേറ്റർ സെറ്റ് ചെയ്യുന്നതാണോ നല്ലത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ഹോം തിയേറ്റർ സെറ്റ് ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്നത് ഒന്നിൽ അസംബ്ലിങ് ആംപ്ലിഫയർ വാങ്ങി നമ്മുടെ ഹോം തിയേറ്ററിനകത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്, ഇല്ലെന്നുണ്ടെങ്കിൽ ബ്രാൻഡഡ് ആയിട്ടുള്ള ആംപ്ലിഫയേഴ്സ് വാങ്ങിയിട്ട് അത് നമ്മുടെ വീട്ടിലേക്ക് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും ബെറ്റർ ഏതാണ്, അതിൻ്റെ ദോഷങ്ങളും ഗുണങ്ങളും എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ ഗൈസ്, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒരു 25,000 രൂപയ്ക്ക് മുകളിലോട്ടുള്ള ഒരു ബഡ്ജറ്റിൽ നമ്മളൊരു ആംപ്ലിഫയർ ചെയ്യുന്ന സമയത്ത്, അതായത് ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് അതിനകത്ത് കുറച്ച് പോരായ്മകളുണ്ട്. ആ പോരായ്മകൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ആദ്യം തന്നെ പറയാം. നമുക്ക് പ്രമുഖമായിട്ടുള്ള റിമോട്ട് കിറ്റുകൾ നമ്മുടെ നാട്ടിൽ വാങ്ങാൻ കിട്ടുന്നുണ്ട്. ഡോൾബി, DTS ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഡോൾബിയുടെ പല ഫോർമാറ്റുകളും സപ്പോർട്ട് ചെയ്യുന്ന, അറ്റ്മോസ് ഒന്നും സപ്പോർട്ട് ചെയ്യുന്ന കിറ്റുകൾ ഇറങ്ങിയിട്ടില്ല നമ്മുടെ നാട്ടിൽ. ഡോൾബിയുടെ പല വെർഷൻസും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള, DTS ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പ്രമുഖമായ റിമോട്ട് കിറ്റുകൾ ഇറങ്ങുന്നുണ്ട്. ആ റിമോട്ട് കിറ്റിനകത്തൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ചിപ്പുകൾ അല്ലെങ്കിൽ പ്രോസസ്സറുകളൊക്കെ തന്നെ ഒരു 20-25 വർഷം മുൻപേ ഇറങ്ങിയിട്ടുള്ള ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്നതാണ്. ഇപ്പം സിറസ് ലോജിക്കോ അല്ലെങ്കിൽ അതുപോലത്തെ സ്റ്റാർ പ്ലസ് ഒക്കെ ഇപ്പം നമുക്ക് ചെറിയ റഷ്യനകത്തൊക്കെ ഉള്ള ചിപ്പുകളാണ്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ക്രിസ്റ്റൽ DTS ഒക്കെ അങ്ങനെയൊക്കെയുള്ള ടെക്നോളജി വച്ചിട്ട് വർക്ക് ചെയ്യിപ്പിക്കുന്ന ചിപ്പുകളാണ്. അപ്പോൾ അതുപോലുള്ള ചിപ്പുകളൊക്കെ നമുക്ക് ഒരു 20 വർഷം പുറകോട്ടുള്ള ടെക്നോളജി വച്ചിട്ട് വർക്ക് ചെയ്യുന്ന ചിപ്പുകളാണ്. അപ്പോൾ ആ ചിപ്പുകൾ അവരുടെ ലൈസൻസ് നമുക്ക് തന്നിരിക്കുകയാണ്. അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ലൈസൻസ് തന്നിട്ടുണ്ട് നമുക്ക് വേണ്ടി. കാര്യം അവരുടെ ആവശ്യം കഴിഞ്ഞു, അപ്പോൾ അതിനി അവർക്ക് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ആ ചിപ്പുകളൊക്കെ അവർ പുറത്തേക്കുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ പുറത്തേക്കുള്ള ഓരോ കമ്പനികൾക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് പ്രമുഖമായിട്ട് കിട്ടുന്ന ആ റിമോട്ട് കിറ്റുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന ചിപ്പുകൾ അത് ഒരിക്കലും ഒറിജിനൽ ആവണമെന്നില്ല. കാരണം അതിലുള്ള പ്രിന്റ് ചെയ്യുന്ന രീതിയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശമൊക്കെ മനസ്സിലാവും അത് ഒറിജിനൽ അല്ല, അത് ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പം അത് വച്ചിട്ടൊക്കെയാണ് പ്രമുഖമായിട്ടുള്ള കിറ്റുകൾ, ഇതുപോലുള്ള റിമോട്ട് കിറ്റുകൾ ഇറക്കുന്നത്. അപ്പം അതാണ് നമ്മൾ 12,000 രൂപ മുതൽ കിട്ടാത്ത അവസ്ഥ വരുമ്പോൾ 20,000 രൂപ വരെ ക്യാഷ് മുടക്കി വാങ്ങി നമ്മുടെ ആംപ്ലിഫയറിലേക്ക് വയ്ക്കുന്നത്. അപ്പം അങ്ങനെ വയ്ക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 25 വർഷം പുറകോട്ട് നമ്മൾ ഏകദേശം 1,00,000 രൂപ ആംപ്ലിഫയർ ഉണ്ടാക്കി, ഒരു 40,000 രൂപയുടെ ചിലവായി. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്പീക്കേഴ്സ് വാങ്ങി, അതിന് ഒരു 10-20,000 ചിലവായി. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ബോക്സുകൾ ഡിസൈൻ ചെയ്ത് നമ്മൾ അത് ചെയ്യിപ്പിക്കുന്നു. അപ്പം അവിടെയും കുറച്ച് ക്യാഷ് ചിലവായി. എല്ലാം കൂടെ 1,00,000 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് ആംപ്ലിഫയറിന് മാത്രമായിട്ട് നമുക്ക് തീർന്നു. പക്ഷെ അങ്ങനെ നമ്മൾ 1,00,000 രൂപ മുടക്കി ഒരു ആംപ്ലിഫയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതേ പൈസയ്ക്ക് നമുക്ക് ബ്രാൻഡഡ് AVR വാങ്ങാൻ കിട്ടും. അപ്പം ആ ഒരു ബ്രാൻഡഡ് AVRന് ഉള്ളിൽ ഈ പറയുന്ന ഏകദേശം നമ്മുടെ ലേറ്റസ്റ്റ് ടെക്നോളജികൾ നിലവിലുള്ള, ഇപ്പോൾ ഡോൾബി, DTS ഒക്കെ പോലെയുള്ള അതിൻ്റെ പല വേർഷൻസ് ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ടെക്നോളജികൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റിന് തൊട്ടടുത്ത് മുമ്പ് വരെയൊക്കെ എത്തുന്ന ഒരു കാര്യം. ഏറ്റവും ലേറ്റസ്റ്റ് ഒക്കെ വരുമ്പോൾ ഒരുപാട് നല്ല പ്രൈസ്, ഒരു 2,00,000 രൂപയ്ക്ക് മുകളിലൊക്കെ പോകുന്നുണ്ട് ഡോൾബി അറ്റ്മോസ് പോലെയൊക്കെയുള്ള സെറ്റപ്പുകൾ വരുന്ന AVRകൾ. എന്നാൽ നമുക്ക് ഈ പറയുന്ന 1,00,000 രൂപയ്ക്കകത്ത് ലോക്കലി ഒരു ആംപ്ലിഫയർ അസംബ്ലിങ് ചെയ്തെടുക്കുന്ന അതേ ക്യാഷിന് നമുക്ക് അതിനെയും കാട്ടി നല്ല AVRകൾ ഏറ്റവും നല്ല ടെക്നോളജിയിൽ, ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയിൽ കിട്ടുന്നുണ്ട് നമുക്ക്. അപ്പം അങ്ങനെ കിട്ടുന്ന സമയത്ത് നമ്മൾ എപ്പോഴായാലും അത് തന്നെയാണ് നമുക്ക് നല്ലത്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് AVR തന്നെ ആയിരിക്കും നമുക്ക് ഈ പറയുന്ന പ്രൈസ് മണിയിൽ ഒരു 1,50,000 രൂപയ്ക്കകത്തോ ഒരു 1,00,000 രൂപയ്ക്കകത്തൊക്കെ നമ്മൾ ആംപ്ലിഫയർ അസംബ്ലിങ് ചെയ്തെടുക്കുന്ന സമയത്ത് അതേ ക്യാഷിന് നമുക്ക് നല്ലത് എന്നുള്ളത് AVR തന്നെ ആയിരിക്കും. ഒന്നാമത്തെ ഗുണം ഞാൻ പറഞ്ഞു, എല്ലാ ടെക്നോളജികളും ലേറ്റസ്റ്റ് ആയിരിക്കും. പിന്നെ ഉള്ളത് ഡോൾബി അല്ലെങ്കിൽ DTS അതുപോലെയുള്ള കമ്പനികളുടെ ലബോറട്ടറിയിൽ നിന്നും അവരുടെ ലൈസൻസ് പ്രകാരം നമുക്ക് കിട്ടുന്ന അവരുടെ രീതി പറയാം. അവർ പറയും ഈ ഒരു രീതിയിലായിരിക്കണം ഈ ഒരു ആംപ്ലിഫയർ അല്ലെങ്കിൽ അതിനകത്തുള്ള ടെക്നോളജി ചെയ്തിരിക്കേണ്ട, അല്ലെങ്കിൽ അതിൻ്റെ പ്രൊസസ്സറിൽ ഉപയോഗിച്ചിരിക്കുന്ന സോഫ്റ്റ്വെയർ ആയാലും എന്ത് കാര്യങ്ങളായാലും വർക്ക് ചെയ്യേണ്ടത് ഈ രീതിയിലായിരിക്കണം എന്ന് ഡോൾബി പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം ഫോളോ ചെയ്തിട്ടായിരിക്കും അവർ അതിനകത്ത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു വച്ചിരിക്കുന്നത്. അതിൻ്റെതായ ക്വാളിറ്റിയിലും അതിനകത്ത് ഉപയോഗിക്കുന്ന കമ്പോണൻസിൻ്റെ ആയാലും ആംപ്ലിഫയേഴ്സിൻ്റെ
കമ്പോണൻസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും അതിനുപയോഗിക്കുന്ന വയറിന് പോലും അതിൻ്റെതായ ഒരു ക്വാളിറ്റി അവിടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. പക്ഷെ നേരെ തിരിച്ച് നമ്മൾ ആംപ്ലിഫയർ അസംബ്ലിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ആംപ്ലിഫയർ ഒരു കമ്പനി ആയിരിക്കും, അതിനകത്ത് ഉപയോഗിക്കുന്ന ആ റിമോട്ട് കിറ്റ് മറ്റൊരു കമ്പനി ആയിരിക്കും, പിന്നെ നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്ന സ്പീക്കേഴ്സ് വേറൊരു കമ്പനി ആയിരിക്കും, അതിൽ ഉപയോഗിക്കുന്ന ട്യൂട്ടർ വേറൊരു കമ്പനി ആയിരിക്കും, പിന്നെ അതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന സ്പീക്കർ ബോക്സിൻ്റെ അളവ് ആ ഒരു സ്പീക്കറിന് മാച്ചിങ് അല്ലാതെ വരാം. കാര്യം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പല സ്പീക്കേഴ്സിനും മെഷർമെൻറ്റ് അവർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബോക്സ് ഇങ്ങനത്തെ മെഷർമെൻറ്റ് ആയിരിക്കണം എന്നൊന്നും അവർ പറയുന്നില്ല. അതിനകത്ത് ഒരു ഡാറ്റ ഷീറ്റോ അല്ലെങ്കിൽ അതിൻ്റെ പാരാമീറ്റേഴ്സോ ഒന്നും തന്നെ അതിനകത്ത് വരുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ സ്പീക്കേഴ്സ് വാങ്ങുന്നു, നമ്മൾ ഒരാളിനെ കൊണ്ട് സ്പീക്കർ ബോക്സ് പണിയിക്കുന്നു, അവരുടെ ഇഷ്ടപ്രകാരം ഒരു സ്പീക്കർ ടവർ ആയിരിക്കും നമുക്ക് ഉദ്ദേശിക്കുന്നത്, ലെഫ്റ്റ് റൈറ്റും നമുക്ക് ടവർ വേണം, അപ്പോൾ നമ്മൾ ടവർ പണിയിക്കുന്നു. പക്ഷേ ഈ ടവർ പണിയിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ അതിൻ്റെ ടവറിൻ്റെ രൂപം ഉണ്ടെങ്കിലും അതിൻ്റെ മെഷർമെൻറ്റ് കൃത്യമായിട്ടും ആ സ്പീക്കറിനുള്ളത് തന്നെ ആയിരിക്കണമെന്നില്ല. നമ്മുടെ നാട്ടിൽ പ്രമുഖമായിട്ടുള്ള സ്പീക്കേഴ്സ് വാങ്ങാൻ കിട്ടുന്നുണ്ട്. പക്ഷെ ആ സ്പീക്കേഴ്സിനൊക്കെ പാരാമീറ്റർ അവർ നൽകുന്നില്ല. അതിൻ്റെ ഒരു കവറിലോ ഒന്നും ഒരു പാരാമീറ്റർ, ഒരു പേരിന് പോലും ഒരു പാരാമീറ്റർ എഴുതി വയ്ക്കുന്നില്ല. ചില സ്പീക്കേഴ്സിൽ എഴുതുന്നുണ്ട്, അത് കൃത്യമാണോ എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ സ്പീക്കേഴ്സ് പണിയിപ്പിക്കുമ്പോൾ അതിൽ നിന്നും കിട്ടുന്ന ഔട്ട്പുട്ട് കൃത്യമാണോ എന്നുള്ളത് നമുക്ക് അറിയാനും പറ്റുന്നില്ല. അത് മറ്റൊരു വശമാണ്. പിന്നീടുള്ള ആംപ്ലിഫയർ അസംബ്ലിങ് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു നിലവാരം, 100-ൽ ഒരു 80% ആൾക്കാരെ എടുത്താലും അതിൽ 80% ആൾക്കാർക്ക് പല കാര്യങ്ങളും അറിയാത്ത ആൾക്കാരായിരിക്കും. കാര്യം അതിനകത്ത് ഉപയോഗിക്കുന്ന കമ്പോണൻസ്, റെസിസ്റ്റർ എന്തിനാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, കപ്പാസിറ്റർ എന്തിനാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതൊന്നും അവർ കൃത്യമായിട്ടൊരു അറിവ് അവർക്ക് ഉണ്ടായിരിക്കില്ല. അതിനകത്ത് ബോർഡിനകത്ത് മാർക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പോസിറ്റീവ് നെഗറ്റീവ് കൊടുക്കുന്നു, സിഗ്നലിൻ്റെ കണക്ഷൻ കൊടുക്കുന്നു, ഓൺ ചെയ്യുമ്പോൾ പാട്ട് കേൾക്കുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂ, ഒരു നോയ്സ്, അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം വരുന്നു എന്നുണ്ടെങ്കിൽ അവരെങ്ങനെയും കുറച്ചുകൂടെ അറിവുള്ള ആളിനെ ഫോൺ വിളിച്ച് ചോദിച്ചിട്ട് ഇങ്ങനത്തെ പ്രശ്നം വന്നു, അപ്പോൾ അതെങ്ങനെ ശരിയാക്കാം, അവർ അതിൻ്റേതായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അപ്പോഴവർ അതിനെ ശരിയാക്കിയിട്ട് ഈ സാധനം കസ്റ്റമറിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിപ്പോൾ 1,00,000 രൂപ വരെയുള്ള ആംപ്ലിഫയർ പണിയുന്ന ആൾക്കാരും ഈ പറയുന്ന 20,000 രൂപ വരെയുള്ള ആംപ്ലിഫയർ പണിയുന്ന ആൾക്കാരും ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെ തന്നെയാണ്. അതിനകത്ത് ഒരു 10% ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് ഏകദേശം ഫുൾ ധാരണയോ ഉള്ള ആൾക്കാരൊക്കെ, ഇലക്ട്രോണിക്സ് പഠിച്ചവരോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് റിസർച്ച് നടത്തുന്നവരൊക്കെ ആയിരിക്കും. നമ്മുടെ നാട്ടിൽ പ്രമുഖമായിട്ടുള്ള ആൾക്കാരുണ്ട്. ജോഷി സാറ്, ലിയാഡൽ ജോഷി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ റെജി ഫിലിപ്പ് സാറ്, വർഗീസ് സാറ്, പിന്നെ നമുക്ക് സർക്യൂട്ട് ഡിസൈനിങ്ങിന് ഉപരി PCB ഡിസൈനിങ്ങിലോട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. വിപിൻ PCLR, പിന്നെ വേറൊരു വിപിൻ ചേട്ടനുണ്ട്. പിന്നെ അതല്ലാതെ തന്നെ നമ്മുടെ JNP വിജി ചേട്ടനുണ്ട്, സിയാദ് ചേട്ടനുണ്ട്, പ്രിൻസ് ചേട്ടനുണ്ട്, സനോജ് ചേട്ടൻ. ഇവരൊക്കെ ആംപ്ലിഫയർ ബോർഡുകൾ വർഷങ്ങളായിട്ട് ചെയ്ത് തെളിയിച്ചതാണ്, അവരുടെ കഴിവ് തെളിയിച്ചതാണ്, അവർ ബോർഡിൻ്റെ ക്വാളിറ്റി അവർ തെളിയിച്ച ആൾക്കാരൊക്കെയാണ്. പക്ഷെ ഇതിനകത്തുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആംപ്ലിഫയർ ചെയ്യുന്ന ആൾക്കാരുടെ ഒരു പ്രശ്നമാണ്. അവർക്ക് പല ആൾക്കാർക്കും ഈ പറഞ്ഞതുപോലെ എങ്ങനെയാണ് ആംപ്ലിഫയർ പാട്ട് കേൾക്കുന്നത്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് പോലും, ആ സർക്യൂട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പോലും അറിയാത്ത ഒരു രീതിയിലാണ് അവരത് നമുക്ക് ചെയ്ത് തരുന്നത് എന്നുള്ളതാണ്. അതിൽ 10% ആൾക്കാർ ഇതെല്ലാം അറിഞ്ഞ് നല്ല രീതിയിൽ ആംപ്ലിഫയർ ചെയ്ത് തരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സിയാദേട്ടനൊക്കെ നല്ല രീതിയിൽ, വിപിൻ ചേട്ടൻ, സിയാദേട്ടൻ, JNP വിജി ചേട്ടൻ, അവരൊക്കെ നല്ല രീതിയിലാണ് ആംപ്ലിഫയേഴ്സ് റിസർച്ച് നടത്തി ഓരോ സർക്യൂട്ട് എടുത്ത് പരീക്ഷണം നടത്തിയൊക്കെയാണ് ആംപ്ലിഫയർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെയും നമുക്ക് പരിചയമുണ്ട്, ഞാൻ പോയി കണ്ടിട്ടുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള കുറച്ച് കുറവുകൾ അസംബ്ലിങ് ആംപ്ലിഫയറിനകത്തുണ്ട്. അതാണ് അത് ഞാൻ പറഞ്ഞത്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാൻഡിലേക്ക് പോകുമ്പോഴും അതിനും ചെറിയ പോരായ്മകളൊക്കെ വരുന്നുണ്ട്. ആ പോരായ്മകൾ വരുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഭാഗത്തുള്ള കുറ്റം കൊണ്ട് തന്നെയാണ്. AVR പോലുള്ള ഡിവൈസുകൾക്ക് ഫോഴ്സ്ഡ് കൂളിംഗ് ഇല്ല. അതിനകത്ത് നമ്മൾ അതിന് കൂൾ ചെയ്യുന്ന AC ഉള്ള റൂമിനകത്തൊക്കെ വെച്ചിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരാനുള്ള ചാൻസ് കുറവാണ്. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ ഫാനെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മൾ ഉപയോഗിക്കുന്ന റൂമിനകത്ത് ഒരു ഫാനെങ്കിലും ഉണ്ടെങ്കിൽ അത് കംപ്ലൈൻറ്റ് വരുന്നൊരു പ്രശ്നമില്ല. പക്ഷേ നമ്മൾ ചെയ്യുന്നത് തുണിയൊക്കെ വെച്ച് മൂടി അതിൻ്റെ മുകളിൽ ഒരു പൂവിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് കാണാൻ ഭംഗിയുള്ള ഒരു സംഭവമൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത്. ഈ സമയത്ത് ഇതിനകത്ത് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഹീറ്റ് ഉണ്ടാവും. അപ്പോൾ ഹീറ്റ് പുറത്ത് പോകുന്നതിനായിട്ട് ഒരു മാർഗ്ഗമില്ല. അങ്ങനെ വരുമ്പോൾ ഈ സാധനം കംപ്ലൈൻ്റ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് ഈ പറഞ്ഞതുപോലെ കംപ്ലൈൻ്റ് ആവാനുള്ള സാധ്യത ഉണ്ട്. എന്നാൽ പോലും നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് എത്ര വർഷമായാലും ഒരു പ്രശ്നം വരുന്നില്ല എന്നുള്ളതാണ്.
നമ്മൾ ഉപയോഗിക്കുന്ന രീതിയുണ്ട്. പിന്നീട് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു ബ്രാൻഡഡ് ആംപ്ലിഫയേഴ്സ് അല്ലെങ്കിൽ ബ്രാൻഡഡ് AVR ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ റൂമിൻ്റെ ആ ഒരു അളവ് അതെല്ലാം അനുസരിച്ച് നമ്മളതിനെ കാലിബ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു മൈക്ക് വെച്ചിട്ട് നമ്മൾ അതിനെ കാലിബ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. എൻ്റെ സ്പീക്കറിൻ്റെ പൊസിഷനൊക്കെ അറേഞ്ച് ചെയ്ത് നമ്മൾ കാലിബ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ അതിൽ നിന്നും കിട്ടുന്ന ആ ഒരു നമ്മൾ 1,00,000 രൂപ മുടക്കിയതിൻ്റെ ആ ഒരു ഫലം നമുക്ക് അതിൽ നിന്ന് കിട്ടും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഡോൾബി ഫയൽ നമ്മൾ പ്ലേ ചെയ്യുന്ന DTS ഫയൽ നമ്മൾ പ്ലേ ചെയ്യുന്ന സമയത്തൊക്കെ അതിനകത്ത് അവർ ആ ഒരു ട്രാക്കിൽ 5.1 ട്രാക്കാണ്. ആ ട്രാക്കിനകത്ത് അവരെന്താണോ ഉദ്ദേശിക്കുന്ന ആ സിനിമയിൽ ആ ഒരു ഡയറക്ടർ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നമ്മളെ മുന്നിൽ പ്രദർശിപ്പിക്കുന്നത്, അതെല്ലാം നമുക്ക് അതിൻ്റേതായ രീതിയിൽ ആ സൗണ്ട് ടെക്നോളജി എന്താണോ ഉപയോഗിക്കുന്നത് അതിൻ്റേതായ രീതിയിൽ തന്നെ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് കാര്യം. അവിടെ ആ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നോളജി ഏറ്റവും നല്ല ടെക്നോളജിക്ക് വേണ്ടിയാണ് നമ്മൾ ഇത്രയും ക്യാഷ് മുടക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസ്, സൗണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ നമുക്കത് പറ്റും ആ ഒരു സെറ്റപ്പിനകത്ത്. കൂടാതെ തന്നെ അതിൽ ഉപയോഗിക്കുന്ന സ്പീക്കേഴ്സ്, അതിൻ്റെ പേപ്പർ ക്വാളിറ്റി, അതിൻ്റെ ബോക്സ് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ ക്വാളിറ്റി, അതിൻ്റെ അളവുകൾ, അവിടെ അവരെന്താണോ ഉദ്ദേശിക്കുന്നത് ഒരു ഡോൾബിയിൽ അല്ലെങ്കിൽ ഒരു DTS പോലുള്ള ടെക്നോളജിയിൽ അവരെന്താണോ ഉദ്ദേശിക്കുന്നത് അത് നമ്മുടെ ചെവിയിലേക്ക് എത്തുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിലേക്ക് അത് എത്തുകയാണ് ചെയ്യുന്നത്. ചെവി വഴി നമ്മുടെ ബ്രെയിനിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഒക്കെ അതിനകത്ത് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ സോഫ്റ്റ്വെയറുകളൊക്കെ ഈ ഡോൾബി അല്ലെങ്കിൽ DTS പോലുള്ള കമ്പനിക്കാർ പറയുന്ന രീതിയിലായിരിക്കും, ആ ഒരു രീതിയിലായിരിക്കും അവർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് മാത്രമായിരിക്കും ഡോൾബി അവർക്ക് അതിന് ചെയ്യാനുള്ള അനുവാദവും ആ ചിപ്പുകളൊക്കെ കൊടുക്കുന്നതും അതുകൊണ്ട് തന്നെ ആയിരിക്കാം. അപ്പോൾ നമ്മൾ അത്രയും ക്യാഷ് മുടക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഗുണം നമുക്ക് ഉറപ്പായിട്ടും കിട്ടും. പക്ഷേ അസംബ്ലിങ്ങിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഈ പറയുന്ന കാൽക്കുലേഷൻ ഒന്നും ശരിയായിരിക്കില്ല, പല കമ്പനിയുടെ ബോർഡ് വാങ്ങിയിട്ടായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അവിടെ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ കൊണ്ട് കൊടുക്കുന്ന ക്യാഷ്, ആ ക്യാഷ് അവിടെ വേസ്റ്റായി പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സ്പീക്കറുകളെ കുറിച്ച് ഞാൻ പറയാം. നമ്മുടെ നാട്ടിൽ ഒരുപാട് ലോക്കൽ സ്പീക്കേഴ്സ് നമുക്ക് വാങ്ങാൻ കിട്ടുന്നുണ്ട്. ആ സ്പീക്കേഴ്സ് എവിടെയാണ് ഉണ്ടാക്കുന്നത്, ആരാണ് ഉണ്ടാക്കുന്നതെന്നോ ഒക്കെ അങ്ങനെ പോലും നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ അറിയാത്ത സ്പീക്കേഴ്സും കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ പേരെടുത്ത് പറയുന്നില്ല. അതുപോലത്തെ സ്പീക്കേഴ്സാണ് നമ്മൾ ഒരു 800 രൂപ 900 രൂപയ്ക്കൊക്കെ വാങ്ങിയിട്ട് ഈ 50,000 60,000 രൂപ മുടക്കി ചെയ്ത ആംപ്ലിഫയറിൽ നമ്മൾ ബോക്സ് പണിഞ്ഞ് വെക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ പാരാമീറ്റേഴ്സ് ഒന്നും കറക്റ്റ് അല്ലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയും ലോസ് ആണ് സംഭവിക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന ഓഡിയോയുടെ ലോസ്, എത്ര നല്ല ക്വാളിറ്റിയുള്ള ഓഡിയോ കൊടുത്താലും അവിടെ ലോസ് പല ഘട്ടം ഘട്ടമായിട്ട് സംഭവിച്ചിട്ടായിരിക്കും ഔട്ട്പുട്ടിൽ വരുന്ന സ്പീക്കേഴ്സിൽ കൂടെ നമുക്ക് കേൾക്കുന്നത്. അവിടെയും ലോസ് ആണ് സംഭവിക്കുന്നത്. എത്രത്തോളം ക്യാഷ് മുടക്കുന്നോ അത്രത്തോളം സ്പീക്കർ ഡ്രൈവേഴ്സിനും ക്വാളിറ്റി ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. ലോക്കലി മാർക്കറ്റിൽ കിട്ടുന്ന ഒരു 8 ഇഞ്ച് സ്പീക്കറും നമുക്ക് ലോക്കലി മാർക്കറ്റിൽ, അതായത് നമ്മുടെ ആമസോൺ പോലെയുള്ള ഓൺലൈൻ മാർക്കറ്റിൽ കിട്ടുന്ന ഒരു സ്പീക്കർ വാങ്ങി ഞാൻ ഉപയോഗിച്ചു. അതായത് ബ്രാൻഡാണ് അത്, പോൾക്കാഡിയുടെ ഒരു സ്പീക്കറാണ്. ആ സ്പീക്കർ വാങ്ങിയിട്ട് ഞാൻ യൂസ് ചെയ്തു. ആ ഒരു സ്പീക്കർ വെച്ചിട്ട് ഞാൻ ഒരേ ഓഡിയോ ഒരേ ആംപ്ലിഫയറിൽ ലെഫ്റ്റിൽ ഒരു സ്പീക്കർ റൈറ്റിൽ ഒരു സ്പീക്കർ വെച്ചിട്ട് ഞാൻ പ്ലേ ചെയ്ത് നോക്കിയപ്പോഴുള്ള ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 120 വാട്ട് പറഞ്ഞ ലോക്കൽ സ്പീക്കർ പതർന്നതായിട്ടും അതേ ഓഡിയത്തിൽ നമുക്ക് അടുത്ത സ്പീക്കർ, അതായത് നമ്മുടെ പോൾക്കിൻ്റെ സ്പീക്കർ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതായിട്ടും കണ്ടു. അപ്പോൾ അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ, നമ്മൾ മുടക്കുന്ന ക്യാഷിനും ബ്രാൻഡിലേക്ക് പോകുന്ന സമയത്തും, മുടക്കുന്ന ക്യാഷിൽ ബ്രാൻഡിലേക്ക് പോകുന്ന സമയത്ത് ഉള്ള ക്വാളിറ്റി, സ്പീക്കറിൻ്റെ ക്വാളിറ്റിയാണ് ഞാൻ അവിടെ ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെയാണ് ആംപ്ലിഫയറിൻ്റെ അല്ലെങ്കിൽ AVRൻ്റെ കാര്യം. അതുപോലെ തന്നെയാണ് നമ്മൾ മുടക്കുന്ന ക്യാഷിന് ഉള്ള രീതിയിലുള്ള ആംപ്ലിഫയർ നമ്മൾ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അത് പ്രത്യേകിച്ച് ബ്രാൻഡ് ആണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി നമുക്ക് അവിടെ കിട്ടും. അവരുദ്ദേശിക്കുന്ന ഒരു ഡോൾബി അല്ലെങ്കിൽ DTS, എല്ലാവർക്കും അതാണ് ആവശ്യം, ഡോൾബി DTS അങ്ങനെയുള്ള ലബോറട്ടറീസ് പറയുന്ന സാധനങ്ങൾ നമുക്ക് അതിൽ നിന്ന് അനുഭവിക്കാൻ അല്ലെങ്കിൽ നമുക്കതിൽ നിന്ന് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഇപ്പോൾ 2,500 രൂപ 3,500 രൂപയ്ക്കൊക്കെ നമുക്ക് ലോക്കൽ ആംപ്ലിഫയേഴ്സ് വാങ്ങാൻ കിട്ടും. ആരെങ്കിലൊക്കെ ചെയ്ത ആംപ്ലിഫയേഴ്സ് വാങ്ങാൻ കിട്ടും. അതിൻ്റെ ഫ്രണ്ടിൽ ഡോൾബി DTS എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് കൂട്ടുകാരനെ വിളിക്കും. അവിടെ ഞാൻ പുതിയ ആംപ്ലിഫയർ വാങ്ങിയിട്ടുണ്ട്, അതിൽ ഡോൾബി DTS എല്ലാം ഉണ്ടെന്ന് പറയും. അപ്പോൾ കൂട്ടുകാരൻ അത്യാവശ്യത്തിൽ ഐഡിയ ഒക്കെ ഉള്ള അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആളായിരിക്കും. പുള്ളി വീട്ടിൽ വന്നിട്ട് പറയാം, പോടാ ഇതിനകത്ത് അതൊന്നും ഇല്ലെന്ന് പറയുമ്പോഴുള്ള ഒരു മാനസികാവസ്ഥ, ആ വാങ്ങിയ ആളിൻ്റെ ഒരു മാനസിക അവസ്ഥ നമുക്ക് അവിടെ ചിന്തിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതേ മാനസിക അവസ്ഥയാണ് നമുക്ക് ഇവിടെ ഉണ്ടാകുന്നത്. നമ്മൾ 1,00,000 രൂപ മുടക്കിയിട്ട് നമ്മൾ ബ്രാൻഡ് ആംപ്ലിഫയർ കൊണ്ട് വീട്ടിൽ വെച്ചിട്ട് നമ്മൾ ഒരാളിനെ വിളിച്ച് കാണിക്കുമ്പോൾ അതിൻ്റേതായ കാര്യം അവർക്ക് അറിയാവുന്ന ആളാണെന്നുണ്ടെങ്കിൽ അത് കൊള്ളാമെന്ന് പറയും. ഇനി
അസംബ്ലിംഗ് ആണ് വാങ്ങി വെച്ചിട്ട് അറിയാവുന്ന ഒരാൾ വന്ന് കണ്ടിട്ട് പുള്ളി പറയാം ഇത് അസംബ്ലിംഗ് ആണ്, ആ ഒരു ടെക്നോളജി കിട്ടൂല എന്ന് പറയുമ്പോൾ നിങ്ങൾ മാനസികമായിട്ട് തളർന്നു പോകാനുള്ള ഒരു ചാൻസും കൂടെ അവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ മറ്റൊരു സത്യം. അപ്പം ഞാൻ ഒരിക്കലും അസംബ്ലിംഗ് ടീമിനെ കുറ്റം പറയുക, അസംബ്ലിംഗ് ചെയ്യുന്ന ആൾക്കാർ ഞാൻ അസംബ്ലിംഗ് ചെയ്യുന്നതാണ്. പക്ഷെ ഞാൻ ഒരിക്കലും ഒരു 25,000 ബഡ്ജറ്റിന് മുകളിലോട്ടാണ് ഒരാൾ, പല ആൾക്കാർ എന്നെ വിളിക്കും, ഒരുപാട് ആൾക്കാർ യൂട്യൂബിൻ്റെ വീഡിയോ കണ്ടിട്ടും അല്ലാതെയൊക്കെ എന്നെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് എൻ്റെ ബഡ്ജറ്റ് 50,000 രൂപയാണ്, 60,000 രൂപയാണ്, എനിക്ക് ഈ ഡോൾബി വെച്ചിട്ടുള്ള പ്രമുഖമായിട്ടുള്ള കിറ്റ് വെച്ച് വേണം എനിക്ക് ചെയ്തു തരാനെന്നൊക്കെ പറയുമ്പോൾ ഞാൻ അവരോട് പറയും ഇല്ല ചേട്ടാ ഞാൻ ചെയ്യുന്നില്ല, എനിക്ക് അതിനോട് താല്പര്യമില്ല. കാര്യം ഒരു 25,000 രൂപയ്ക്ക് താഴെയുള്ള സ്റ്റീരിയോ ഒരു 5.1 നോർമൽ റിമോട്ട് കിറ്റ് വെച്ച് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം. കാര്യം നിങ്ങൾ അത് ഇങ്ങനെ ചെയ്യുന്നതിൽ കാര്യമുണ്ട്. പക്ഷെ ഇത്രയും ക്യാഷ് മുടക്കി നിങ്ങൾ ആംപ്ലിഫയർ ചെയ്യാനാണ് നോക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ഒരിക്കലും അത് ചെയ്തു തരത്തില്ല. കാര്യം ഞാനത് നിങ്ങളെ പറ്റിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ നിങ്ങളെ വഞ്ചിക്കുന്നത് പോലെയൊക്കെ ആയി പോകും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നോളജി പരമായിട്ട് പല കാര്യങ്ങളും പുറകിലോട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പറയും. ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നതിൽ പല ആൾക്കാരും എന്നെ കോൺടാക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അവർക്ക് തന്നെ അങ്ങനെയുള്ള ആൾക്കാർ വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. എന്നെ വിളിച്ചിട്ടുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഇന്ന കാര്യങ്ങളാണ്. പിന്നെ അതിനുശേഷം അവർ AVR പോലുള്ള ബ്രാൻഡ് ആംപ്ലിഫയർ അല്ലെങ്കിൽ സ്റ്റീരിയോ ആംപ്ലിഫയർ, സെക്കൻഡ് ഹാൻഡ് വിൻറ്റേജ് ആംപ്ലിഫയർ ഒക്കെ സ്റ്റീരിയോ ബ്രാൻഡ് വാങ്ങി ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അവർ വാങ്ങിയതിനു ശേഷം പറയാം ആനിയ നീ പറഞ്ഞത് കറക്റ്റാണ്, എനിക്കത് മനസ്സിലായി, ഇപ്പോഴാണ് മനസ്സിലായതെന്നുള്ള പറയുന്നുണ്ട്. ഇനി അതല്ല നിങ്ങൾക്ക് സൗണ്ട് ബാറാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന തുകയ്ക്ക് നിങ്ങൾക്ക് സൗണ്ട് ബാർ വയ്ക്കാം. പക്ഷെ അതിൻ്റെ ടെക്നോളജി കുറച്ച് വ്യത്യാസമാണ്. അതിൻ്റെ ഇപ്പോൾ 5.1 നമ്മൾ നോർമലി ഒരു AVRയിൽ നിന്നും എടുക്കുന്ന അല്ലെങ്കിൽ ഒരു 5.1 ആംപ്ലിഫയറിൽ നിന്ന് എടുക്കുന്ന രീതിയിലല്ല നമുക്ക് 5.1 ഒരു സൗണ്ട് ബാറിൽ നിന്ന് ആസ്വദിക്കുന്നത്. അതൊരു മറ്റൊരു വിഷയമാണ്. അതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള വീഡിയോ ഞാൻ പിന്നീട് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ബോറടിക്കും. അതുകൊണ്ട് ഞാൻ ഈ വിഷയം ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ ടെക്നീഷ്യന്മാരെ ഞാൻ കുറ്റം പറഞ്ഞതല്ല. കാര്യം ടെക്നീഷ്യന്മാർ എന്നുള്ള രീതി വെച്ച് നോക്കുമ്പോൾ പല ആൾക്കാരും ആഗ്രഹം കൊണ്ട്, പാട്ടിനോടുള്ള ആഗ്രഹം കൊണ്ടാണ് ആംപ്ലിഫയറിംഗ് എന്നുള്ള പരിപാടിയിലോട്ട്, ആംപ്ലിഫയർ നിർമ്മിക്കുക എന്നുള്ള ഒരു പരിപാടിയിലോട്ട് ഇറങ്ങിയ പല ആൾക്കാരുണ്ട്. ഇപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ, ഞാൻ എന്നെ തന്നെ പറയാം, ഞാനും ഇതുപോലെ പാട്ടിനോടുള്ള താല്പര്യം കൊണ്ട് എൻ്റെ ഒരു 2ാം ക്ലാസ് മുതൽ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ഓഡിയോ പ്രോഡക്റ്റുകൾ, പല ബ്രാൻഡിൻ്റെ പല പ്രോഡക്റ്റുകളുണ്ടായിരുന്നു. അതിനെയൊക്കെ പൊളിച്ചും അഴിച്ചും നശിപ്പിച്ചൊക്കെ തന്നെയാണ് ഞാനും ഇതൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടുള്ളത്. ഇന്നും ഞാൻ പൂർണ്ണമായിട്ടും ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ സംഗീതം പോലെ തന്നെയാണ് ഇലക്ട്രോണിക്സും. ഈ പ്രത്യേകിച്ച് ഓഡിയോ എന്നുള്ള സംഭവം സാഗരമാണ്. അത് എത്ര പഠിച്ചാലും അത് നമുക്ക് ഒരിക്കലും തീരത്തില്ല. അപ്പം അതുകൊണ്ട് ആണ് ഞാൻ പറഞ്ഞത്, പലരും ആഗ്രഹത്തിൻ്റെ പേരിലാണ് ഈ ആംപ്ലിഫയർ അസംബ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാരായിരിക്കും, ഒരു രീതിയിലും പഠിച്ചിട്ടില്ലാത്ത ആൾക്കാർ തന്നെ ആയിരിക്കും കൂടുതൽ ആംപ്ലിഫയർ അസംബ്ലിംഗ് ചെയ്യുന്നത്. പക്ഷെ അവർ നല്ല രീതിയിൽ ചെയ്തു വരുന്നുണ്ട്. അവർ വർഷങ്ങൾ കൊണ്ടുള്ള എക്സ്പീരിയൻസിൽ അവർ നല്ല രീതിയിൽ ചെയ്തു വരുന്നുണ്ട്. പക്ഷെ അതൊരിക്കലും ഒരു ബ്രാൻഡ് ആംപ്ലിഫയറിൻ്റെ കൂട്ടത്തിൽ പിടിച്ച് നിൽക്കുന്ന രീതിയിലായിരിക്കില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു തെറ്റായിട്ടോ കുറ്റായിട്ടോ എനിക്ക് തോന്നിയിട്ടില്ല. കാര്യം ഞാൻ ആരെയും പറ്റിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആരെയും കള്ളം പറഞ്ഞ് ഇതൊരിക്കും പറ്റിച്ചിട്ടുമില്ല. അപ്പം അതുകൊണ്ട് എനിക്കിത് ധൈര്യമായിട്ട് എൻ്റെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് എനിക്ക് പറയാൻ പറ്റും. കാര്യം ഞാൻ ഒരു കള്ളത്തനവും ഒന്നും ഞാൻ നിങ്ങളത് പറഞ്ഞിട്ടില്ല. എന്താണോ സത്യത്തിൽ നടക്കുന്ന ആ കാര്യം മാത്രമാണ് ഞാൻ നിങ്ങളത് പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ ബോറടിപ്പിക്കുന്നില്ല. ഇത്രയും തന്നെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഏകദേശം പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പം അസംബ്ലിംഗ് ആംപ്ലിഫയറിൽ ഉണ്ടാകുന്ന നല്ല കാര്യങ്ങളും ബ്രാൻഡഡ് ആംപ്ലിഫയറിൽ ഉണ്ടാകുന്ന നല്ല കാര്യങ്ങളും അതിലുണ്ടാകുന്ന മോശ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങളടുത്ത്. അപ്പോൾ ഇത്രയും തന്നെയാണ്. ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ പല ആൾക്കാർക്കും എൻ്റെ അടുത്ത് ദേഷ്യം തോന്നിയിട്ടുണ്ടായിരിക്കും. എൻ്റെ അടുത്ത് സ്നേഹം ഉണ്ടായിരുന്ന പല ആൾക്കാർക്കും ദേഷ്യം തോന്നിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. കൂടാതെ തന്നെ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാര്യം ഇതുപോലുള്ള ഓഡിയോ സംബന്ധമായിട്ടുള്ളതും ഇലക്ട്രോണിക്സ് പരമായിട്ടുള്ളതും ടെക്നിക്കലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ടെക് വീഡിയോയ്ക്ക് ഞാൻ അതിനകത്ത് ഇടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് ഈ ഒരു വിഷയം ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, അടുത്ത ഒരു വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞ്, നമുക്കൊരു ഗ്രൂപ്പുണ്ട്, DIY ഓഡിയോ ഇന്ത്യൻസ് എന്ന് പറയുന്നൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ചേരാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് ആ ഗ്രൂപ്പിലേക്ക് വരാവുന്നതാണ്. അതിനകത്ത് നമ്മുടെ നാട്ടിലെ പ്രമുഖരായിട്ടുള്ള ജോഷി സാറുണ്ട്, റജി ഫിലിപ്പ് സാറുണ്ട്, പ്രിൻസ് ചേട്ടനുണ്ട്.
അപ്പം വർഗീസ് സാറുണ്ട്, മധു സാറുണ്ട്, മധു കണ്ണൻ, ആ ചേട്ടനൊക്കെ ആ ഗ്രൂപ്പിനകത്ത് ഉള്ളതാണ്. അപ്പം നിങ്ങൾക്ക് ആ ഗ്രൂപ്പിലേക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് മാത്രം ഇടയ്ക്ക് വന്നിട്ട് ലെഫ്റ്റായി പോകരുത്. കാര്യം ഇതിനകത്ത് ഇലക്ട്രോണിക്സ് പരമായിട്ടുള്ള കാര്യമായിരിക്കും സംസാരിക്കുന്നത്, പ്രത്യേകിച്ച് ഓഡിയോ പരമായിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾക്കത് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഗ്രൂപ്പിലേക്ക് വരാവുന്നതാണ്. നല്ല ഗ്രൂപ്പാണ്, നിങ്ങൾക്ക് വന്നിട്ട് ഇഷ്ടപ്പെടും, ഒരിക്കലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ വരാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.